ശ്രീ PR ശിവശങ്കർ ഇതിനു മുൻപ് സംസ്ഥാന സർക്കാർ പെൻഷൻ കമ്പനി രൂപീകരിച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ പെൻഷൻ കമ്പനി സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ കൂടിയും ഇത്തരത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് സർക്കാർ ഈടിൽ പണമെടുത്ത് സർക്കാരിന് പണമുള്ളപ്പോൾ തിരിച്ചടയ്ക്കാം. പക്ഷേ അപ്പോഴും ഈ പെൻഷൻ ഒരു ഘട്ടത്തിലും മുടങ്ങത്തില്ല. അതിനടക്കം കേന്ദ്രം അള്ളുവെച്ചു ശ്രീ PR ശിവശങ്കർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു കുറ്റവും ഇല്ലെന്ന് മാറി നിൽക്കാൻ കഴിയുമോ? ലക്ഷ്മി, രണ്ട് കാര്യം ഞാൻ പെൻഷൻ പദ്ധതിയിലേക്ക് കിടക്കാട്ടോ. ഇപ്പോൾ ഈ 3.5 കോടി ജനങ്ങളിൽ 50 ലക്ഷം പേര് പുറത്തും അതിൽ 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റു പല കാര്യങ്ങളും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കേരളത്തെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണ് കാര്യങ്ങളെന്ന് പറയുന്നത്, നേരത്തെ അതിദൂർത്ത് നടത്തുന്നതെല്ലാം തെറ്റാണെന്ന് പറയേണ്ടി വരും. അതിൽ തന്നെ വീണ്ടും പറയുന്നത് ഏതാണ്ട് 10 ലക്ഷത്തിന് താഴെയുള്ള ആളുകൾ അതിദരിദ്രരുമാണെന്ന്. അപ്പോൾ ഈ കണക്കുകൾ യോജിക്കുന്നുവെങ്കിൽ ഇവർ പറയുന്ന മറ്റു പല കാര്യങ്ങളും യോജിക്കുന്നില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. 1. 2, പെൻഷൻ കമ്പനി നിർത്തലാക്കി എന്നുള്ളത് പറയുന്നു. ഈ പെൻഷൻ കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഏതൊരു ഭരണകൂടത്തിൻ്റെയും പ്രാഥമികമായ കർത്തവ്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം അവിടുത്തെ വാർദ്ധക്യകാല പെൻഷൻ നൽകുക എന്നുള്ളതാണ്. ആ പെൻഷൻ നൽകുവാനായിട്ടൊരു കമ്പനി തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിക്കൊണ്ട് അതിന് മറ്റൊരു കടബാധ്യതയുള്ള ഒരു കമ്പനിയെ അല്ലെങ്കിൽ മറ്റൊരു പ്രോപ്പർട്ടിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് ഭരണഘടനാപരമായി തെറ്റാണ്, ധാർമ്മികമായി തെറ്റാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ പേരിൽ കടം വാങ്ങിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ സംസ്ഥാന സർക്കാർ അതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വത്തിൽ നിന്നും പോലും മാറുന്നു എന്ന് പറഞ്ഞാൽ ആ കമ്പനി സൃഷ്ടിക്കുക എന്നുള്ള നയത്തെ തന്നെ എതിർക്കണം. അതിനെ മറ്റൊരു കാരണം വേണ്ട അതിനെ എതിർക്കാൻ. 1. 2, ഇത്തരം കമ്പനികളുടെ പേരിലാണ് നാളെ പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് ഭരണകൂടത്തിന് കമ്പനിയെ കുറ്റം പറയുവാനും കമ്പനി നടത്തത്തിന് ഒരു ഭരണകൂടത്തിന് അനുകൂലമായ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ സൃഷ്ടിക്കുവാനും കൂടുതൽ കടബാധ്യത അല്ലെങ്കിൽ ചിലവ് ഉയർത്തുവാനുള്ള സാധ്യതയാവും. 4, ഇത്തരത്തിൽ ആ കമ്പനികൾ കടം വാങ്ങിച്ചുവാലും തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പിന്നെ എന്തിനാണ് ഇവർ സെസ് വാങ്ങിക്കുന്നത്? ഇവർ എന്തിനാണ് ഈ പേര് പറഞ്ഞ് പെട്രോളിനും മറ്റുള്ള സെസ് വാങ്ങിക്കുന്നത്? അപ്പോൾ ഇത് ഭരണകരമായ ഒരു നിരുത്തരവാദിത്വത്തിന്റെ ഏറ്റവും പൂർണ്ണമായ ലക്ഷണമായിട്ട് ഈ കമ്പനി സൃഷ്ടിയെ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഭരണകൂടത്തിന് നയമാണോ നയം തെറ്റാണോ എന്നതിനൊക്കെ അതിന് ലക്ഷ്യം എന്തായിരുന്നു? സർക്കാർ സാമ്പത്തികമായി വീക്കാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പെൻഷൻകാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ ആദ്യ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏറ്റവും ദുർബല ജനതയാണ്, അവർക്ക് ആ പെൻഷൻ മുടങ്ങരുത് എന്നതായിരുന്നു ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം അടക്കം പെൻഷൻ കമ്പനിക്ക് ആവശ്യമായ പണം ലഭ്യമാക്കുകയും ചെയ്തതാണ് ശ്രീ PR ശിവശങ്കർ. എന്ന് പറഞ്ഞാൽ സർക്കാർ മുടന്തിയാലും ഈ നിരാശർ മുടന്തരുത് എന്ന ലക്ഷ്യമായിരുന്നില്ലേ അതിനെ പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അതിന്റെ കൂമ്പടച്ചപ്പോൾ എന്ത് നേടി? എന്നാൽ നിങ്ങൾ കൊടുക്കേണ്ട തുക കൊടുക്കുന്നു, അതുമില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രം. അശ്മി, ഒരു സാമാന്യ ബുദ്ധിയോടെ ആലോചിച്ച് നോക്കൂ. ഇത്തരം ഒരു പദ്ധതി പെൻഷൻ മുടങ്ങാതെ നടക്കണമെങ്കിൽ ഈ പെട്രോളിയം സെൽസിൽ നിന്നും മറ്റുള്ള വാങ്ങിക്കുന്ന പണം ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് ഇട്ടാൽ പോരെ? എന്തിനാണ് അത് പൊതുകടത്തിലേക്ക് കൊണ്ടുവരുന്നതും പൊതു സമിതിയിലേക്ക് കൊണ്ടുവരുന്നതും? അപ്പോൾ ഇത്തരം പണങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പണം അടക്കം ആദ്യം മുന്നോട്ട് വെച്ചിട്ട് അതൊരു പെൻഷൻ ഫണ്ട്, അതിനൊരു പ്രത്യേക സ്കീം, ഒരു കമ്പനി ഉണ്ടാക്കുന്നത് എന്തിനാണ്? അതൊരു പ്രത്യേക അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ എന്തായാലും ഇവർ ട്രാൻസാക്ട് ചെയ്യുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് അതിന് ഒരു ട്രാൻസ്ഫർ ചാർജ് 30 രൂപ 40 രൂപ ചാർജ് ചെയ്തുകൊണ്ട് അത് സഹകരണ ബാങ്കിലെ CPM-ന്റെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു നയപദ്ധതി കൂടെ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ വർഷം 90 കോടി രൂപ സ്വന്തം പാർട്ടിക്കാർക്ക് കൊടുക്കുന്ന മറ്റൊരു സ്കീം കൂടെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നടപ്പിലാക്കണമെങ്കിൽ കർഷകർക്ക് നൽകുന്നത് പോലെ സ്ട്രേറ്റ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ടു ദ എംപ്ലോയി അല്ലെങ്കിൽ ഈ വ്യക്തി കൊടുക്കാവല്ലോ. അപ്പൊ അത് ചെയ്യാണ്ട് ഈ കമ്പനി ഉണ്ടാക്കുന്നത് തെറ്റായ മാർഗമാണ്. അത് ഒരു ഭരണഘടനാ വിരുദ്ധമായ പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതല്ല, അത് തെറ്റായ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സർക്കാരിന് പണം കിട്ടുന്ന മുറയ്ക്ക് പെൻഷൻ കമ്പനിക്ക് പണം നൽകിയതാണ്. കമ്പനി പലിശ സഹിതം താൽക്കാലിക കടം വാങ്ങിയും തിരിച്ചു നൽകുന്ന രീതിയിൽ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെൻഷൻ കമ്പനി. PR ശിവശങ്കർ, അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ സാങ്കേതികതയും ധാർമ്മികതയൊക്കെ പറഞ്ഞ മുടക്കി. അല്ല, അത് തെറ്റായ നടപടി. ഇതൊന്നും പ്രശ്നമില്ല. ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, വെള്ളമില്ല, പഞ്ഞിയില്ല, ഇതിനാരാ ഉത്തരവാദി? നമുക്കറിയാമല്ലോ, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തല്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെള്ളമില്ലാതെ ഇരിക്കുന്നു, എറണാകുളത്ത് പഞ്ഞിയില്ലാതെ ഓപ്പറേഷൻ മുടങ്ങിയിരിക്കുന്നു, കറണ്ട് ഇല്ലാതെ ഇരിക്കുന്നു. ഇതെല്ലാം ഈ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ദുരുപയോഗം ചെയ്തതുകൊണ്ട് ഇവിടുത്തെ MLA-മാർക്ക് ഒരു ദിവസം പെൻഷൻ മുടങ്ങിയിട്ടില്ലല്ലോ.
ഒരു ദിവസം ശമ്പളം മുടങ്ങിയിട്ടില്ലല്ലോ. ഇവിടുത്തെ അധ്യാപക ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ പെൻഷൻ പദ്ധതി ഇത്തരത്തിലുള്ള പാവപ്പെട്ടവർക്ക്, ഇത്തരത്തിലുള്ള ആദിവാസികൾക്ക്, ഇത്തരത്തിലുള്ള രോഗികൾക്ക്, ഇത്തരത്തിലുള്ള ദിവ്യാംഗർക്ക് ഇവർക്ക് പെൻഷനും ഇവർക്കുള്ള പണവും മാത്രമേ മുടങ്ങുന്നുള്ളൂ. ഇവരുടെ മന്ത്രിമാരുടെ കാര്യം മുടങ്ങുന്നില്ല, MLA-മാരുടെ കാര്യം മുടങ്ങുന്നില്ല, അവർക്കുള്ള പെൻഷൻ മുടങ്ങുന്നില്ല. അവർക്ക് 2 വർഷം മാത്രം അവർക്ക് വേണ്ടി ജോലി ചെയ്ത PA-മാരുടെയും മറ്റുള്ള സഹജോലിക്കാരുടെയും പെൻഷനോ അവരുടെ ശമ്പളമോ മുടങ്ങുന്നുണ്ടോ? അപ്പൊ സംസ്ഥാന സർക്കാരിന് എവിടെയാണ് ഒരു പ്രായണ കൂടുതൽ ആവശ്യം, അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി? ഈ പ്രയോറിറ്റി ഉള്ളത് ഇവിടുത്തെ MLA-മാരെ കൂട്ടുവാനും ഇവിടുത്തെ IAS-കാരെയും IPS-കാരെയും കൂട്ടുവാനാണ്. ഈ പാവപ്പെട്ടവർക്ക് ശമ്പളം നൽകുവാൻ, പെൻഷൻ നൽകുവാൻ, ഈ പാവപ്പെട്ടവർക്ക് മരുന്ന് നൽകുവാൻ, ഈ പാവപ്പെട്ടവർക്ക് വേണ്ട ഒരു ആഹാരം നൽകുവാൻ ഇവർക്ക് പ്രയോറിറ്റി ഇല്ല. അതിന് പ്രത്യേകം കമ്പനി വേണം. ആ കമ്പനിക്ക് കടമെടുക്കണം. കടമെടുക്കുക കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് നിർത്തുവാനായിട്ടുള്ള മറ്റൊരു സ്കീം കൊണ്ടുവരും. ഈ പണം പിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ 13,000 കോടി പിരിച്ചെടുക്കാൻ ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കാത്തത്? ഷെയറുള്ള കമ്പനികളിൽ നിന്ന് പണം ഇവർക്ക് IAS-കാർക്ക് ശരിയാണ്. സംസ്ഥാനത്തിന്റെ കുറ്റം അതിലുണ്ട്. പക്ഷെ അവിടെ കേന്ദ്രത്തിന്റെ റോൾ എന്ത് കേന്ദ്രം എടുക്കുന്നു എന്ന ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ എത്താം.